വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബുഗാട്ടിനെ കുറിച്ചിട്ടാണ്. ബുഗാട്ടിൻ്റെ ഒരു ചെറിയ ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബുഗാട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും സ്പീഡിൽ ഓടുന്നൊരു കാറാണ്. ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന കാറുകളുടെ കൂടെ ഉള്ളൊരു കാറാണ്. അപ്പോൾ അതിനെക്കാട്ടും സ്പീഡിൽ ഓടുന്ന കാറുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ ഓടിയിട്ട് ഒരു കാലത്ത്. അപ്പോൾ 2006 ഞാൻ ഈ ഒരു കാറിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. 2006 ഞാൻ ഒരു ബുക്ക്, വീൽസിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു കാറിനെ ആദ്യമായിട്ട് കാണുന്നതും അതിൻ്റെ അതിലെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൽ W12 സിലിണ്ടർ എഞ്ചിൻ എന്നുള്ളൊരു കൺസെപ്റ്റാണുള്ളത്. അതേപോലെ തന്നെ 4 ടർബോ ചാർജർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര പവർ കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. അതുകൊണ്ട് തന്നെ നല്ല വീതിയേറിയ ടയറും അതേപോലെ ഈ ഒരു എഞ്ചിനെ തണുപ്പിക്കാനുള്ള കുറേ സംഭവങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. ഇപ്പോൾ ഒരുപാട് മെഷീനറി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എഞ്ചിനീയറിങ് കഴിവാട്ടോ. ഇത്ര സ്പീഡിലൊരു വാഹനം റോട്ടിൽ ഓടണമെങ്കിൽ അതിന് ശരിക്കും ഈ ഒരു നല്ല എഞ്ചിനും നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ ഈ ഒരു വാഹനം ഒരു 400 കിലോമീറ്റർ അച്ചീവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ വാഹനത്തിന് നേരിട്ട് കാണാം, അതേപോലെ തന്നെ നോക്കി മനസ്സിലാക്കാം അതിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ വീഡിയോയിലടക്കം ഈ ഒരു കാറിൻ്റെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി കാറാണ്. സംഭവം ഒന്നും പറയാനില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ്. ഇത് ഒട്ടുമിക്ക ഭാഗങ്ങളും കാർബൺ ഫൈബറാണ്, അതുപോലെ ടൈറ്റാനിയം പോലത്തെ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റിയറിലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും കുറേ റേഡിയേറ്ററൊക്കെ വരുന്നുണ്ട്. ഇവിടെ 3 മിഡിലും അതേപോലെ തന്നെ സൈഡിലൊക്കെ റേഡിയേറ്ററിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അത് റേഡിയേറ്ററോ അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ്റെ കൂളറോ അങ്ങനെ എന്തൊരു സംഭവമാണ് അവിടെ കാണുന്നത്. 16 സിലിണ്ടറുള്ളത് കൊണ്ട് ഇതിന് എൻജിൻ ശരിക്കും ചൂടാവും. അപ്പോൾ അതുകൊണ്ട് അവർ പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു എൻജിനെ ശരിക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ ബ്രേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് കാർബൺ സെറാമിക് ബ്രേക്ക് ഡിസ്ക്, അതേപോലെ വലിയൊരു ബ്രേക്കിൻ്റെ കാലിബറൊക്കെ കാണാം. കാരണം 400 കിലോമീറ്ററിൻ്റെ മേലേക്ക് പോകുമ്പോൾ ഈ ഒരു വാഹനത്തിനെ പിടിച്ച് നിർത്താൻ നല്ല ബ്രേക്ക് കപ്പാസിറ്റി വേണം. അതേപോലെ ഇതിൻ്റെ ടയറൊക്കെ സ്പെഷ്യലായിട്ടുള്ള ടയറാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ടുള്ള. കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും 300-350 കിലോമീറ്റർ സ്പീഡേ പോവുള്ളൂ. ഇതൊരു 400-ന് മേലേക്ക് പോകുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ടയറൊക്കെ നല്ല സ്പെഷ്യലായിട്ടുള്ള ടയറാണ്. അതുകൂടാതെ ഇതിൻ്റെ വൈപ്രാമൊക്കെ ഇവിടെ കാർബൺ ഫൈബർ കേട്ടോ. വൈപ്രാം മിറർ ഫുള്ള് കാർബൺ ഫൈബറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫുള്ള് വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂൽ ഫില്ല് ചെയ്യുന്നൊരു ഭാഗം കാണാം. ഇതേപോലത്തെ ഒരു ഭാഗം അപ്പുറത്തെ സൈഡിലും കാണുന്നുണ്ട്. ഇതിലൊന്ന് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നതും മറ്റേ സൈഡിലുള്ളത് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ എൻജിൻ ഓയിൽ ഈ ഒരു വാഹനത്തിന് 10-15 ലിറ്റർ വരുന്നുണ്ട്. കാരണം 16 സിലിണ്ടറിലൊരു എൻജിനെ ശരിക്കും ലൂബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഓയിൽ വേണം. അതേപോലെ ഇവിടേക്ക് എയർ വെൻ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് എയർ പോകുന്നതാണ് എൻജിൻ്റെ അകത്ത്. റേഡിയേറ്റർ അതേപോലെ ടർബോൻ്റെ ഇൻ്റർകൂളറൊക്കെ വരുന്നത്, അതിനൊക്കെ തണുപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വാഹനത്തിന് 4 ടർബോ വരുന്നുണ്ട് 16 സിലിണ്ടറുള്ളത് കൊണ്ട്. W16 സിലിണ്ടറാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ റിയറിലെ കാലിബർ, അതുപോലെ പാർക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കാലിബർ കൊടുത്തിട്ടുണ്ട് പാർക്ക് ബ്രേക്കിന്. മറ്റേ കാലിബർ വേറെയുണ്ട്. അതേപോലെ ഇവിടെ റിയറിൽ ഇതിൻ്റെ സ്പോയിലറൊക്കെ കാണാം. അത് ഹൈഡ്രോളിക്കിൽ വർക്കാവുന്നത് തോന്നുന്നത് ഈ ഒരു സംഭവം. ഈ ഒരു സംഭവം ശരിക്കും എഫക്റ്റ് ആവുന്ന ഒരു 200 കിലോമീറ്ററിൻ്റെ മേലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സ്പോയിലർ ശരിക്കും യൂസ്ഫുൾ ആവുക. അപ്പോൾ 300 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് റോഡിൽ പിടിച്ച് നിർത്താനും അതേപോലെ തന്നെ അത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലൈറ്റിനൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പാണ് ഈ സ്പോയിലർ. അതേപോലെ ഇതിൻ്റെ വലിയൊരു എൻജിൻ ഇതിൻ്റെ അകത്തേക്ക് ആയിട്ടുണ്ട്, നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ഇതിന് 16 സിലിണ്ടറിലെ ഇത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. അപ്പോൾ ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 1000 bhp മേലെയാണ്. അതുകൊണ്ട് തന്നെ ഈ എൻജിന് ഭയങ്കര ഹീറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 3-4 റേഡിയേറ്ററൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ റേഡിയേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ഡുവൽ ക്ലച്ച് ഗിയർ ബോക്സാണ്. ഡുവൽ ക്ലച്ച് ഗിയർ ബോക്സ് എനിക്ക് വന്ന് ഫസ്റ്റ് ഇറങ്ങിയത് ഈ ബുഗാട്ടിയിലാണെന്ന് തോന്നുന്നു. ഇത് 2006-2007 അവർക്ക് ഈ ഒരു ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട്. ഫെറാരീൻ്റെ ആ ഒരു F1 ഗിയർ ബോക്സിനോട് ഏകദേശം സാമ്യമുണ്ട് ഈ ഒരു ഗിയർ ബോക്സ് സിസ്റ്റത്തിന്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സിന് വേണ്ടിയിട്ട് ഒരു 10-14 ലിറ്റർ ഓയിൽ വരുന്നൊരു ടാങ്ക് വേറെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈ സമ്പിന് വരുന്ന ഓയിലിൻ്റെ ടാങ്ക് ഉണ്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. ഡ്രൈ സമ്പ് എന്ന് പറയുമ്പോൾ എൻജിൻ ഓയിൽ തന്നെ ഒരു 10-15 ലിറ്റർ വരുന്നുണ്ട്. അതിനൊരു സെപ്പറേറ്റ് ഒരു ടാങ്ക് ഉണ്ട്. അതേപോലെ ഗിയർ ഓയിലിനൊരു ടാങ്ക് ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ അതേപോലെ റിയർ ഡിഫറൻഷ്യലിനൊക്കെ കൂൾ ചെയ്യുന്ന കൂളർ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. നോർമൽ ഡ്യുവൽ ക്ലച്ച് സിസ്റ്റം അല്ല കേട്ടോ ഇതിൽ വരുന്നത്. ഇതിൽ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ബുഗാട്ടി. മേജർ സർവീസിന് വരുന്ന ചാർജ് ഏകദേശം നാട്ടിലെ 25 ലക്ഷത്തോളം കേട്ടോ.
അപ്പോൾ ടാക്സൊക്കെ ഇപ്പോൾ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.